കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ ഹൃദയം പുണരാ കൊതിയോടെ നീട്ടു. സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. മലരിന്നിതളിൽ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ ഹൃദയം പുണരാൻ കൊതിയോടെ നിൽപ്പൂ. സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ജീവിതം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, രാപ്പകൽ സക്രാരിക്കൂടിനുള്ളിൽ കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടലാണു നീ, ആർത്തരിൽ സ്നേഹത്തലോടലാ
ആർദ്രമാം സ്നേഹസൂവൽമേ, ആർദ്രമാം സ്നേഹസൂവൽമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില മാനസിക മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തികൾക്ക് ഒത്തിരി മാനസിക മാറ്റങ്ങൾ, കുറേ അധികം കാര്യങ്ങൾ അവിടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്, അവരറിയുന്നില്ല. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അതായത് ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പെട്ടെന്ന് അവരുടെ ധൈര്യം കൂടും. അതെപ്പോഴും ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു സത്യമാണ്. ആൾക്കാർക്ക് വലിയ മനുഷ്യന് ഭയമുണ്ടല്ലോ അല്ലേ, പല കാര്യങ്ങൾക്കും ഭയം. കടങ്ങളെക്കുറിച്ച് ഭയങ്ങളുണ്ടാവും, പരീക്ഷയെക്കുറിച്ച് ഭയമുണ്ടാവും, ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഭയമുണ്ടാവും. ഇനി വസ്തു വിൽപ്പന സ്ഥലം അളക്കാൻ ചെല്ലുമ്പോൾ അവിടെ വല്ല പ്രശ്നവും ഉണ്ടാകുമോ എന്ന് ഓർത്തുകൊണ്ട് ഭയമുണ്ടാകും. മൊത്തം ഭയമാണ് ശരിക്കും. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഒരു ഏറ്റവും വലിയ അഥവാ ദൈവാനുഭവത്തെ നമുക്ക് അനുഭവേദ്യമാകാതെ ഇരിക്കാൻ കാരണം ഒന്ന് ഈ ഭയമാണ്. ഇനി ഉടമ്പടി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണം. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയത്തിന് പകരം റീപ്ലേസ്മെൻറ്റ് നടത്തിക്കാണ് ദൈവം. ഭയത്തെ റീപ്ലേസ്മെൻറ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഈ അനുഗ്രഹം പോലെയല്ല ഉടമ്പടിയുടെ ഒരു രീതി. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാന വികാര, അതായത് പ്രത്യേകിച്ച് വികാരങ്ങളിലെ അതിൻ്റെ മേലെല്ലാം ഭയങ്കര വിജയം വരും. പക്ഷേ വ്യക്തിക്ക് അത് സംഭവിച്ച് കാണും. പക്ഷേ വ്യക്തി അത് അറിയാതെ നടക്കുന്ന കാരണം അനുഭവിക്കാൻ പറ്റാത്ത ഒരു ട്രാജഡി ഉണ്ട്. വ്യക്തിക്കത് സംഭവിച്ച് കാണാം. കാര്യം അവൻ്റെ ഭയത്തെ മാറ്റി പകരം ധൈര്യം കൊടുത്ത് കാണാം. പക്ഷേ വ്യക്തി അങ്ങനെ എനിക്ക് ധൈര്യം ലഭിച്ചു എന്ന് അറിയാത്തത് കാരണം അനുഭവിക്കാതെ നടക്കുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ഈ വിഷയത്തിൽ നിരീക്ഷണം വേണമെന്ന് പറയണത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ ഉടമ്പടി ശ്രദ്ധയോടെ എടുക്കണം. അതിൻ്റെ ഓരോ പാർട്ടുകളും ശ്രദ്ധയോടെ. കാര്യം നമ്മൾ ഒരു ബെറീത്തിലേക്ക് വരികയാണ് ദൈവവുമായിട്ട്. ഉടമ്പടിക്ക് ബൈബിളിലെ ഭൂമിയിലെ ഭൗതിക സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന എഗ്രിമെൻറ്റിനാണ് ബൈബിൾ ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവമാണ് ഒരു കക്ഷി മനുഷ്യരായ നമ്മളാണ്. ഭൂമിയിലെ സാഹചര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന കരാറിനാണ് ബൈബിള് കവനൻ്റ് അഥവാ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കക്ഷി, രണ്ട് കക്ഷികളും മനുഷ്യരല്ല, ഒരു കക്ഷി ദൈവമാണ്, ഒരു കക്ഷിയാണ് നമ്മൾ. സാധാരണ കരാറിൽ രണ്ട് കക്ഷികളും മനുഷ്യന്മാരായിരിക്കും. സ്വർഗവുമായിട്ട് അതിന് കണക്ഷനില്ല, ഭൂമിയിലെ കാര്യങ്ങളേ ഉള്ളൂ. അതാണ് കരാറെന്ന് പറയുന്നത്. മറ്റത് ഭൂമിയിലെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന ദൈവിക നടപടിക്രമത്തിനാണ് നമ്മൾ ബൈബിള് കവനൻ്റ് എന്ന് പറയുന്നത്. കവനൻ്റ് അതാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന വിഷയം, അതാണ്. പിന്നെ ഇതിന് കൃപാസനം കവനൻറ്റിനെ നമ്മൾ മരിയൻ കവനൻ്റ് എന്നാണ് പറയണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഈശോയെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, ദൈവകൃപ
നമ്മുടെ കുടുംബങ്ങളിലെ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി അമ്മയ്ക്ക് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ഉൾക്കാഴ്ചയാണ് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യുക, അതായത് ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്യുക. അപ്പം ദൈവത്തിൻ്റെ വചനം പോലെ ചെയ്തോളാം എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം പോലെ ജീവിച്ചോളാം എന്നാണ്. അത് നമ്മളൊരു പുതുക്കത്തിലാണ്. ഒരു ഉടമ്പടി എടുക്കുമ്പോൾ 6 കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. ദൈവതിരുസന്നിധി ചെയ്തോളാവുന്നു. പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6 കാര്യങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. അത് തന്നെ ഏറ്റെടുക്കരുത്. മനസ്സിലായില്ല? പുതുക്കുമ്പോൾ നിങ്ങൾ വേറെ 6 ഇപ്പോൾ നിങ്ങളുടെ കുറച്ച് ദൈവവചനം അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ദുശ്ശീലങ്ങളെ ഒഴിവാക്കുക. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശിവൻകുട്ടി എന്നും പറഞ്ഞ സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. അതായത് എനിക്ക് 40 വർഷമായിട്ട് ഞാനിങ്ങനെ കുടിക്കുകയും അതിനേക്കാളുപരി ഇങ്ങനെ പുകവലി 40 വർഷമായിട്ട് മാറ്റാൻ പറ്റാത്ത പുകവലിയിലാണ്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഭയങ്കര ഞാൻ അവശനായി തരികയാണ്. അപ്പോൾ എന്താണൊരു വഴി ഇങ്ങനെ പുകവലി മാറ്റാനെന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണില്ല. പല മനുഷ്യന്മാർ പറഞ്ഞിട്ടുള്ള പല വഴികളും ഞാൻ ചെയ്തെങ്കിലും ഇപ്പോഴും ഞാൻ ശരിക്കും ഒരു ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. കാരണം ഞാൻ ഡൽഹിയിലാണ്. ആലപ്പുഴ വരണം, ഉടമ്പടി എടുക്കാൻ പറ്റുമോ, എപ്പോൾ വരാൻ പറ്റും എന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ പുള്ളി ക്രമീകരിച്ച ശേഷം പുള്ളി അവസാനം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇത്രാം തീയതി ഞാൻ അമ്മയെടുത്ത് വന്നിട്ട് ഞാൻ ഉടമ്പടി എടുക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം നാട്ടുകാരനായിരുന്നു. ഡൽഹി നമ്മുടെ ഇടുക്കി താമസിച്ച ആൾക്കാർ ഇപ്പോൾ അവിടെ പോയി താമസിക്കുന്നതുകൊണ്ടാണ്. അപ്പോഴേ എടുക്കുമെന്ന് പറഞ്ഞ് പുള്ളി കുളിക്കാൻ കയറി. അന്ന് വരാൻ ഉദ്ദേശിക്കണില്ല, അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും വരാനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കുളിക്കാൻ കയറിയോടുകൂടി ഷവർ ഓൺ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് കറണ്ട് അടിച്ചതുപോലെ പുള്ളിയുടെ ഉള്ളിലേക്ക് ഒരു ശക്തി കടന്നുപോയി. അതാണ് അദ്ദേഹം പറയണത്. പിന്നീട് ഞാൻ ഇന്ന് വരെ വലിച്ചിട്ടില്ലെന്നാണ്. വലിച്ചില്ല. കാര്യം എന്താ? ഉടമ്പടി എന്ന് പറയണത് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മനസ്സും തമ്മിൽ നടക്കുന്ന ഒരു വ്യാപാരമാണ്. അതിൻ്റെ ഒരു ബാഹ്യമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ വന്ന് അനുഷ്ഠിക്കണത്. പക്ഷേ ബേസിക്കായിട്ട് എന്താണിത്? നീ ഡൽഹിയിലുണ്ടായാലും ശരി, അമേരിക്കയിലുണ്ടായാലും ശരി, വൺസ് നീ കർത്താവുമായിട്ട് ഉടമ്പടി വെക്കാമെന്ന് ഉള്ളിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അപ്പം തന്നെ തീരുമാനമായി. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണല്ലോ ഈ അനുഗ്രഹങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് പ്രോമിസ്, ആ വിഷയത്തെക്കുറിച്ചുള്ള അനുഗ്രഹം വിടുതലാണ്, ഐശ്വര്യം എന്ന് പറയും. ഇപ്പം ഐശ്വര്യമാണ്. ഇപ്പോൾ ഉടമ്പടി ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു എസ്ഐയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കൂടി എന്നെ കാണാൻ അവർ ഉടമ്പടി നീല ഉടമ്പടിക്കാരാണ്. നീല ഉടമ്പടി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ്. എന്താ, ആ വൈഫിന് ക്യാൻസറാണ്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവർക്ക് ക്യാൻസറായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എസ്ഐനെ ഓർക്കുന്നുണ്ട്. അത് എപ്പോഴും ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ലീവ് എടുത്ത് വരണത് കൊണ്ടാണ് ഞാൻ അവരെ ഓർത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വൈഫ് വളരെ മിടുക്കിയായിട്ട് നല്ല ശരീരമൊക്കെ, അവരുടെ ക്യാൻസറിൻ്റെയൊക്കെ ഒരു ബോഡി അറിയാമല്ലോ, അതെല്ലാം മാറി അവർ മിടുക്കിയായിട്ടിരിക്കണേ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ വൈഫ് മിടുക്കിയായിരിക്കണമല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം തന്നാണ് വെച്ചാന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയും ആ ബോഡിയിൽ ക്യാൻസർ വന്ന് എല്ലാം ഒക്കെ ഇങ്ങനെ കീമോയൊക്കെ ചെയ്തായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെ എല്ലാം പോയതാണ്. പക്ഷേ എങ്കിലും അതുകൊണ്ട് ശരിയായില്ല. പക്ഷേ അവർ ഉടമ്പടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിശ്വസ്തയോടെ നിൽക്കുകയാണ്. ഇപ്പം എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഒരു ദൈവ അനുഗ്രഹവും മെഡിക്കൽ സയൻസ് അനുഗ്രഹവും ഞാൻ കണ്ടുവന്നിരിക്കുന്നത് ഒരു കാര്യം മെഡിക്കൽ സയൻസിൻ്റെ അനുഗ്രഹം നിനക്ക് ചിലപ്പോൾ നമുക്ക് ദൈവമാണല്ലോ മെഡിക്കൽ സയൻസ് ഉണ്ടാക്കിയത്, അല്ലാതെ ആരും ഉണ്ടാക്കിയതല്ലല്ലോ. ദൈവം ഉണ്ടാക്കിയതാണ് മെഡിക്കൽ സയൻസ്. ഡോക്ടർമാരെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പ്രഭാഷകൻ അടിവരായിട്ട് പറയുന്നുണ്ട്. വൈദ്യനെ മാനിക്കണം, കാര്യം അവനെ ഞാനാണ് വെച്ചിരിക്കണതെന്ന് പ്രഭാഷകൻ 38 പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വേറെ ഒരു വിഷയമാണ്.
നമ്മൾ മരുന്ന് കഴിച്ചാലും രോഗം സുഖപ്പെട്ടാലും റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ആ പ്രോസ്പെരിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യുക, ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവിക നടപടിയാണ്. അപ്പോൾ അത് ഇവിടെ ഇത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ അനുഗ്രഹം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം കൂടിയാണ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെയാണ് കേൾക്കണമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്നത് ആരെയാണ്? ഈ ദൈവത്തെയാണ് കേൾക്കുന്നത്. അപ്പോൾ അത് ദൈവത്തെ കേൾക്കുമ്പോൾ എന്ത് വേണം? ഭക്തി വേണം. ഭക്തിപൂർവ്വമാണ് വചനങ്ങളെ കേൾക്കുന്നത്. സാധാരണ നാട്ടുകാരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് ഭക്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഭക്തി വേണം. ഒന്ന് പറഞ്ഞ്, കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങള് അങ്ങ് സംസാരിക്കുമ്പോൾ ഭക്തിയോടെ കേൾക്കുവാൻ എന്നിൽ ഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ. ഇതിൻ്റെ അകത്ത് വരുന്നത് അതായത് ദിനവൃത്താന്ത പുസ്തകം, ബൈബിളിലെ ദൈവ ഇടപെടലും നടപടിക്രമങ്ങളെ ഇങ്ങനെ ക്രോണിക്കിളായിട്ട് എഴുതി വെക്കുന്നതാണ് ദിനവൃത്താന്ത പുസ്തകം. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ ഞാൻ എഴുതി വെക്കും. അതിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതുപോലെ എഴുതി വെക്കും. ഇങ്ങനെയുള്ള എഴുതി വെക്കുന്നതിനാണ് ഓരോ കാലത്ത് സംഭവിക്കുന്ന ഓരോ സമയങ്ങൾ എല്ലാം എഴുതി വെക്കും. അതിനാണ് ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ബൈബിളിലും അങ്ങനെ ഉണ്ട് ക്രോണിക്കിൾ, ദിനവൃത്താന്ത പുസ്തകം. അതിൽ ഒന്നാമത്തെ ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകമുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം എന്താ പറയണത്? 1 ദിനവൃത്താന്തം 22:13 വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് മോശ വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതായത് ഐശ്വര്യം ഉണ്ടാകുന്നതിൻ്റെ ഒരു നടപടിക്രമം നമ്മളെന്ത് ഉടമ്പടിയിലുള്ള വിഷയം എന്താ? അവൻ പറയണത് പോലെ ചെയ്തോളാവുന്നതാണ്. അതാണ് പറയണത്. അവൻ പറയണ പോലെ ചെയ്തോളാമെന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. നമ്മൾ ചെയ്യുന്ന ഉടമ്പടി എന്താണ്? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തോളാം. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കണത്? ഐശ്വര്യം പുനഃസ്ഥാപിക്കുക. ഐശ്വര്യം വേറൊരു വിഷയമാണ്. ഇപ്പം ജോലിയുണ്ട്, ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളെ ഇപ്പോൾ ഒരു ചെറുക്കനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു, കല്യാണം കഴിക്കാം, പക്ഷേ ഐശ്വര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് വേറൊരു സബ്ജക്റ്റാണത്. അത് ഭയങ്കര സീരിയസ് ആണ്. അതായത് അനുഗ്രഹത്തിന് അഭിഷേകം പോലെയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണത്. ദൈവം ഐശ്വര്യം എന്നേ പറയത്തുള്ളൂ. ഐശ്വര്യം എന്ന് പറയുമ്പോൾ അനുഗ്രഹം മാത്രമല്ല, പിന്നെന്താണ്? അത് സന്തോഷത്തോടെ അനുഭവിക്കാനുള്ള യോഗ്യത കൂടിയുണ്ട്. അതാണ് ഐശ്വര്യം എന്ന് ചേർക്കണത്. നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യമാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അത് ദൈവത്തിനറിയാം. മനുഷ്യന് വേണ്ടത് എന്താണ്? അനുഗ്രഹം അല്ല. അനുഗ്രഹം കിട്ടിയാലും അത് സന്തോഷത്തോടെ അനുഭവിക്കണ്ടേ? സന്തോഷത്തോടെ അനുഭവിക്കണം. അപ്പം അതിനാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്, പ്രോസ്പെരിറ്റി. അതിൻ്റെ അകത്ത് ആകുലതകൾ, ആവശ്യമില്ലാത്ത ദൈവം അനുവദിക്കാത്ത ആകുലതകൾ, അനുവദിക്കുന്ന ആകുലതകൾ നമുക്ക് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നന്മയ്ക്കായിട്ട് മാറും. ദൈവം അനുവദിക്കാത്ത ആകുലത ലോകത്തിൻ്റെ അരൂപി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ബ്ലോക്ക് ചെയ്യണം നമ്മൾ. അതാണ് പ്രശ്നം. ദൈവം അനുവദിക്കാത്ത ഐശ്വര്യത്തിന് വേണ്ട ഒരു കാര്യം നടപടിക്രമത്തിൽ ഒന്നെന്താണെന്നറിയാമോ? ദൈവം അനുവദിക്കാത്ത ആകുലതകളെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യണം. കർത്താവിൻ്റെ കൃപ കൊണ്ടത് ബ്ലോക്ക് ചെയ്യണം. ദൈവം അനുവദിക്കാത്ത ആകുലതകൾ. ഇപ്പം നമുക്ക് സന്തോഷമുണ്ട്, ജോലിയുണ്ട്. ഇപ്പോൾ ആ ശിവൻകുട്ടിയുടെ പ്രശ്നം എന്താണ്? അങ്ങർക്ക് മര്യാദക്ക് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുമുള്ള ആളാണ്. പിന്നെ എന്താ പറ്റിയിരിക്കണത്? പുകവലി കാരണം അങ്ങർക്ക് തന്നെ മനസ്സിലായി അങ്ങയുടെ ജീവിതം അങ്ങർക്ക് തന്നെ ഒരു ബാധ്യതയാണ്. ഐശ്വര്യമില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് വരണത്? ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയുകയാണ്. ഉടനെ സാക്ഷ്യം നേരത്തെ കിട്ടി. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞ ഉടമ്പടി അദ്ദേഹം എടുക്കാൻ വരികയാണ്. ഇപ്പോൾ ചിലർ വിചാരിക്കുകയെ, ഞാൻ മദ്യപാന എൻ്റെ പുകവലി അവസാനിപ്പിക്കാനാണല്ലോ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ആലപ്പുഴ പോകാതെ തന്നെ ഡൽഹി വെച്ച് തന്നെ ബാത്റൂമിൽ വെച്ച് മാതാവിനെ ഹെൽപ്പ് ചെയ്തു. ഇനി പോകണ്ട, പിന്നെ പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് തട്ടാമുട്ടിയും തരികടയും പറഞ്ഞ് പുള്ളി ഡൽഹി തങ്ങിയില്ല. അവിടെയാണ് പ്രോബ്ലം. അത് പ്രോബ്ലമാണ്. എന്താ കാര്യം? ദൈവം ആ മനുഷ്യനെ
ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആ മനുഷ്യനെ അനുഗ്രഹിക്കാൻ കാരണം എന്താണ്? ദൈവത്തിന് അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്. എന്താ കാര്യം? അദ്ദേഹം മുൻകൂർ അനുഗ്രഹിച്ചാലും ഇവിടെ വന്ന് ഉടമ്പടി അദ്ദേഹം എടുക്കുമെന്ന് ഈ ശിവൻകുട്ടിയിലെ കർത്താവ് അങ്ങ് വിശ്വസിക്കുന്നു. അതാണ് വിഷയം. അപ്പോഴാണ് ഒരു പ്രോബ്ലം വരണത്. കാര്യം ദൈവത്തോട് ഇടപെടുമ്പോൾ പൊട്ടങ്കളിയുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇനി കൈ കിട്ടാനുള്ള കിട്ടിയാലേ ഇനിയിപ്പോൾ പിന്നെ ആകട്ടെ എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു ദിവസം ചേച്ചി അതായത് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ അതിന് എപ്പിലെപ്സി, അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞില്ല, എൻ്റെ അനിയത്തിയോട് മാറ്റി നിർത്തി പറഞ്ഞു, കൊച്ചിനെ നോക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കൊച്ചിനെ നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കുഞ്ഞിനെ കിട്ടിയാൽ മതിയാകത്തുള്ളൂ, കുഞ്ഞിനെ കിട്ടാതെ ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല. എപ്പിലെപ്സിയാണ്, കൊച്ചിന് ശ്വാസം കിട്ടണില്ല, കുറേ ഡാമേജൊക്കെ ആയിപ്പോയി. അപ്പോൾ കൊച്ചിന് ബോധമില്ലാത്തപ്പോൾ ഇവർ തന്നെത്തായിരുന്നു പറയണം. അവർ ഉടമ്പടി ഓൺലൈൻ എടുത്ത് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാമെന്ന് നേർന്നിട്ട് ഇവർ ഒറ്റക്ക് പറയുകയാണ്, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഈ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയും. കാര്യം ഡോക്ടറിൻ്റെ വാക്കല്ല, ഞാൻ വിശ്വസിക്കണത് നിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ബോധമില്ലാതെ കുഞ്ഞ് ഒരു 3 ദിവസം ബോധമില്ലാതെ കിടന്ന്. പക്ഷേ ഇവരവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച കുഞ്ഞ് ബോധം വെച്ച് അത് ജീവനിലേക്ക് വന്നിട്ട് അവരിവിടെ വന്ന് സാക്ഷ്യം വരുമ്പോൾ അവർ പറയണത്, അമ്മ ഒരു ദിവസം താമസിച്ചു പോയെന്ന്. ഞാൻ ഒരു ദിവസം അറിയാതെ പ്രത്യേക ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ താമസിച്ചു പോയി. അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞത്. എൻ്റെ അമ്മ ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ ഈ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ അമ്മയെടുത്ത് സാക്ഷ്യം പറയാൻ. പക്ഷേ ഒരു ദിവസം താമസിച്ചു പോയി. പക്ഷേ എന്നാലും ആ ആത്മാർത്ഥത നിലനിൽക്കുന്നുണ്ട് അവിടെ. ഇതെച്ചാൽ ദൈവവുമായിട്ടൊരു വ്യക്തി ആയതുകൊണ്ടാണ് ആൾക്കാർ ഈ നിങ്ങൾ സംസാരിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാകും. അതായത് ഇപ്പം ഇങ്ങനെ പൊട്ടക്കൊണ്ടൻ്റെ മാവട്ട് എറിഞ്ഞിട്ട് ഒക്കട്ടെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു കാലം മാറിപ്പോയി. ആൾക്കാർ ഡയറക്റ്റ് ദൈവമായിട്ട് സംസാരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും പേര് വിളിച്ച് അമ്മയെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. നേരെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുക. അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി വളരെ ശക്തമായ രീതിയിൽ നമുക്കത് അനുഭവവേദ്യമാകുന്നുണ്ട് ആൾക്കാർക്ക്. ശ്രദ്ധിച്ച മക്കളെ, നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഓരോ കാര്യം കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുമ്പോൾ, ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും നിങ്ങൾ പറയണം, കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ എന്ന് പറഞ്ഞേ. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. വീണ്ടും പറഞ്ഞേ, കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഓൺലൈനിരിക്കുന്ന എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങൾ അവരെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. ഇപ്പോഴ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, ലക്ഷക്കണക്കിന് മക്കളെ, അവരുടെ കുടുംബങ്ങളെ ഉടമ്പടി ചെയ്തു പോയി കർത്താവെ, പ്രത്യേകമായ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ, അവിടെ സങ്കടങ്ങളെയും രോഗങ്ങളെയും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ, ഹൃദയവേദനയുള്ളവരെ, വാൽവ് ചുരുങ്ങിപ്പോയവരെ, ഹൃദയത്തിന് ഊട്ടമുള്ള കുഞ്ഞുങ്ങളെ, ഹൃദയം ചുരുങ്ങിപ്പോകുന്നവർ, വലിപ്പമില്ലാത്തവരെ, എല്ലാ മക്കളെയും അങ്ങേക്ക് സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവ്, കരളെ ചുരുക്കം പ്രാപിച്ചവരെ, കർത്താവ് വിൾഡ്രൂവിന് കൂടിപ്പോയവരെ, കർത്താവ് കരളിൽ ലീക്കേജ് ഉള്ളവരെ, അതിറ്റിട്ട് വയറ്റിലേക്ക് വെള്ളം വീണ് വയറ് വീർത്തിട്ട് വേദനിക്കുന്ന, ശ്വാസം മുട്ടുന്ന എല്ലാ രോഗികളെയും കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. കർത്താവെ, കിഡ്നി വീക്കക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, കിഡ്നി ഷ്രിങ്ക് ചെയ്യുന്നവരെയും ചുരുങ്ങിപ്പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, കിഡ്നികൾ കർത്താവ് അതിൻ്റെ പുറമേയുള്ള സ്ഥലങ്ങൾ കർത്താവ് പൊളിഞ്ഞു പോകുന്നവരെ സമർപ്പിക്കുന്ന ഈശോയെ. കിഡ്നിക്ക് സിസ്റ്റുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, കിഡ്നിയിൽ മുഴയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നിയിൽ കല്ലുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളെ സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ, ഒരുമിച്ച് പാടുക. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. കൈകൾ വീശിക്കൊണ്ട് കരയല്ലേ, തളരല്ലേ, നെഞ്ചകം നീറിടല്ലേ. നിന്നെ കാണാൻ, നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ. ആരാധിച്ചിടാം. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സമാപന ആശീർവാദം. എല്ലാ അകുലതകളും കൃപാസനത്തിന് പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം. ഞങ്ങളെല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുക മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും